നമസ്കാരം. വി ലവ് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയുടെ നിർമ്മാതാക്കളുടെ സംഘടനയും താരസംഘടനയായ അമ്മയും ചേർന്ന് നിർമ്മാതാക്കളുടെ ഫണ്ട് ശേഖരണാർത്ഥം ഒരു വലിയ ഷോ ദോഹയിൽ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ ഷോ അവിടെ നടത്താനായില്ല. മലയാളത്തിലെ മെഗാതാരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയസൂര്യ, അപർണ ബാലമുരളി, നിഖില വിമൽ, കീർത്തി സുരേഷ് അടക്കം വലിയൊരു താരത്തിന് തന്നെ ഈ ഷോയ്ക്കായി ഖത്തറിൽ എത്തിയിരുന്നു. ഈ ഷോ മോളിവുഡ് മാജിക് എന്ന പേരിൽ നടത്താനായിരുന്നു സംഘാടകർ തീരുമാനിച്ചിരുന്നത്. ഇതിനുവേണ്ടി അവർ 9on Events എന്ന ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഷോ നടത്താനായി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷത്തിൽ ഷോ തുടങ്ങുന്നതിന് 1.5 മണിക്കൂർ മുൻപാണ് അവർ വെളിപ്പെടുത്തുന്നത് ചില സാങ്കേതിക കാരണങ്ങളും കാലാവസ്ഥയുടെ വ്യതിയാനവും മൂലം ഈ ഷോ ഞങ്ങൾക്ക് നടത്താൻ കഴിയില്ല എന്ന്. അതവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പുറത്തറിയിച്ചത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഈ പിഴവ് സംഭവിച്ചു? മലയാളത്തിലെ താരസംഘടനയായ അമ്മയുടെ ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഷോ നടത്തുമ്പോൾ എല്ലാം അറിയാവുന്ന മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടന അവരുടെ ഫണ്ട് ശേഖരണാർത്ഥം നടത്തിയ ഈ പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നത് വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ താരങ്ങളെ കാണാൻ വലിയ തുക ചിലവാക്കി ടിക്കറ്റ് എടുത്ത് അവരുടെ ആരാധകരടക്കം, മലയാളികളടക്കം, മറ്റു രാജ്യങ്ങളിലുള്ളവരടക്കം, പ്രവാസികളടക്കം ഒരുപാട് പേർ ഈ ഷോ കാണാൻ എത്തിയിരുന്നു. ഈ ഷോ എന്തുകൊണ്ട് മുടങ്ങി എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കാരണങ്ങൾ അതുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് വളരെ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഫണ്ട് ശേഖരണാർത്ഥം താരസംഘടനയുമായി അമ്മയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചർച്ചകൾ നടന്നിരുന്നു. താരങ്ങൾ അവരുടെ വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുൻപേ തന്നെ പല സ്ഥലങ്ങളിൽ അതിന്റെ റിഹേഴ്സൽ നടത്തുകയും ചെയ്തിരുന്നു. താരങ്ങളെല്ലാം അവിടെ എത്തുകയും ചെയ്തു. മറ്റൊരു കാര്യം, ഇതിനു മുൻപ് ഒരിക്കൽ ഈ ഷോ പലസ്തീൻ യുദ്ധം കാരണം എന്ന പേരിൽ മാറ്റിവെക്കപ്പെട്ടതുമാണ്. അതിനുശേഷം വീണ്ടും ഈ ഷോ നടത്താൻ തീരുമാനിച്ചതിന് ശേഷമാണ് അറിയാൻ കഴിയുന്നത് ഈ 9on Events എന്ന ഈ കമ്പനി എത്രത്തോളമാണ് അവരുടെ ഈ നടത്തിപ്പിലുള്ള അവരുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എത്ര ഷോ അവർ നടത്തി, ഇതിനെ കുറിച്ചൊന്നും നിർമ്മാതാക്കളുടെ സംഘടനകളൊന്നും അവരെ കുറിച്ച് അറിഞ്ഞില്ലേ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടില്ലേ, ആർക്കാണ് ഇവിടെ പിഴവ് സംഭവിച്ചത്? എന്നിരുന്നാലും ഇതുമായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അത് ഞങ്ങൾ നിങ്ങൾക്കായി വെളിപ്പെടുത്തുകയാണ്. മലയാള സിനിമാ വ്യവസായം തന്നെ മുന്നോട്ട് പോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. അതും മലയാള സിനിമയുടെ നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറയുന്നത് സുരേഷ് കുമാറിനെ പോലെ അതിന്റെ തലപ്പത്തിരിക്കുന്ന വളരെ അറിവുള്ള മനുഷ്യർ, വളരെ ചെറുപ്രായത്തിൽ തന്നെ സിനിമയിൽ എത്തിയവർ, അവരൊക്കെയാണ് ഇതിന്റെ നേതൃത്വത്തിൽ. അവരുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതിലും പല തലതൊട്ടപ്പന്മാരും അംഗങ്ങളാണ്. ഇവരൊക്കെ ചേർന്ന് ഇത്തരത്തിലൊരു ഷോ നടത്തുമ്പോൾ അത് ഏത് കമ്പനി ആവട്ടെ അവർക്ക് എന്താണ് മുൻകാല പരിചയം എന്ന് ഇവർ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അതുപോലെ മാസങ്ങൾക്ക് മുൻപ് ഇതിന്റെ റിഹേഴ്സൽ തുടങ്ങിയതാണ്. ഈ റിഹേഴ്സൽ പല സ്ഥലങ്ങളിലായി നടന്നു വരുന്നു. 200-ൽ പരം ഡാൻസേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലാണ് ഇതിന്റെ റിഹേഴ്സൽ നടന്നത്. കൊച്ചിയിലും ദോഹയിലും 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ റിഹേഴ്സൽ നടന്നു. പ്രസന്ന മാസ്റ്ററുടെയും ശ്രീജിത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഡാൻസേഴ്സിന്റെ റിഹേഴ്സൽ. അതുകൂടാതെ തന്നെ താരങ്ങൾ നേരത്തെ അവിടെ എത്തി. ആദ്യമായി എത്തുന്ന താരങ്ങൾ വരെയുണ്ട് ഈ ഷോയിൽ പങ്കെടുക്കാനായിട്ട്. ഈ ഷോ മുടങ്ങിയപ്പോൾ ഏറ്റവും വിഷമിപ്പിച്ചത് അവരെ പോലുള്ള ആൾക്കാരാണ്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മലയാള സിനിമയിലെ താരങ്ങൾ ഫ്രീ ആയി നിർമ്മാതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഷോയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അതിന്റെ കൃത്യനിഷ്ഠത, അല്ലെങ്കിൽ അത് നടത്തിപ്പുകാരുടെ അവരുടെ മുൻ പരിചയം ഒക്കെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരിച്ചറിയേണ്ടതാണ്. കാരണം അമ്മ എന്ന താരസംഘടന എത്രയോ ഷോകൾ നടത്തിയിരിക്കുന്നു. ഇടവേള ബാബുവിന്റെയും ഇന്നസെന്റിന്റെയും നേതൃത്വത്തിൽ എത്ര ഭംഗിയായിട്ടാണ് അവർ ഷോകൾ അവതരിപ്പിച്ചത്. എവിടെയാണ് എന്ത് മുടക്കണമെന്നത്? ഇവിടെ താരങ്ങൾ മാത്രമേ ഫ്രീ ആയി അഭിനയിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്ത് കൊടുക്കാമെന്ന് അറിയിച്ചിരുന്നുള്ളൂ. പക്ഷേ മറ്റ് ടെക്നീഷ്യൻസിന് കാശ് കൊടുക്കണം. അവർ ഈ സ്റ്റേഡിയത്തിൽ ടെക്നീഷ്യനായിട്ട് സൗണ്ട് സിസ്റ്റത്തിന് ഏൽപ്പിച്ചതിന് മുമ്പിൽ ഒരു വലിയ കമ്പനിയാണ്. അവർ അതിന് 2 ദിവസത്തിന് മുമ്പേ വന്ന് അവര് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പക്ഷെ പിന്നീടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ടെക്നീഷ്യൻസിന് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈറ്റ്സ്, LED വാൾസ് നടത്തുന്ന ആൾക്കാർ, ഇവർക്കൊന്നും തന്നെ ഒരു പേയ്മെന്റും കൊടുത്തിട്ടില്ല എന്ന് അവർ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. ഷോ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പല സ്ഥലങ്ങളിൽ നിന്നും മുറുമുറുപ്പ് തുടങ്ങിയത്. ഈ ഷോയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ടെക്നീഷ്യൻസ് ഉള്ള ഒരു വിഭാഗത്തെയാണ് സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയേഴ്സ് വിഭാഗമായിട്ട് അവർ നിശ്ചയിച്ചിരുന്നത്. അതുപോലെ തന്നെ വീഡിയോ വാൾ ചെയ്യുന്നവര്, മറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ചെയ്യുന്നവർ, ഇങ്ങനെ പല വിഭാഗത്തിലുള്ള ആൾക്കാരും അവിടെ നിന്നൊക്കെ മുറുമുറുപ്പ് തുടങ്ങി. കാരണം അവർക്ക് അഡ്വാൻസ് പോലും കൊടുത്തിട്ടില്ല. അത് എങ്ങനെ ഈ പിഴവ് സംഭവിച്ചു? അങ്ങനെ ഏകദേശം ഇവരുടെ ഈ മുറുമുറുപ്പ് വർദ്ധിച്ച് എന്തായിരുന്നാലും ഈ ഷോ നിൽക്കും എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാള സിനിമയിലെ ജനപ്രിയ നായകനായ ദിലീപ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാരണങ്ങൾ മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് കാലം അകന്നു നിൽക്കേണ്ടതായി വന്നു. എന്ത് തന്നെ ആവട്ടെ, അദ്ദേഹത്തിന്റെ മഹാമനസ്കത ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഇടപെട്ട് അദ്ദേഹം പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യും, ഷോ നിൽക്കാൻ പാടില്ല. മമ്മൂട്ടി, മോഹൻലാലും അടക്കം മെഗാ താരങ്ങൾ അവരുടെ എത്രയോ ദിവസത്തെ സിനിമാ വ്യവസായം നിർത്തി വെച്ചുകൊണ്ടാണ് ഈ ഷോയ്ക്ക് വേണ്ടി ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഷോ നടത്തണം. എന്തായിരുന്നാലും സംഘാടകർക്ക് സംഭവിച്ച പിഴവ് എന്തുമാകട്ടെ, ഞാൻ ഇവിടെ ഇരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇതിന് എല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കാനും അല്ലെങ്കിൽ അതിന്റെ വേറെ ക്രമീകരണങ്ങളെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്ത് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കാൻ ഞാൻ അതിന് തയ്യാറാണ്. ഷോ ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല എന്നൊക്കെ തീരുമാനിച്ച് അങ്ങനെ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുകയും ദിലീപ് മുൻകൈ എടുത്ത് തന്നെ അദ്ദേഹം അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ അവിടെ ഇരുന്ന് ആ പൈസയൊക്കെ സ്വരൂപിച്ച് എല്ലാവർക്കും അതിന്റെ ഏർപ്പാടുകൾ ഉണ്ടാക്കി ഷോ തുടങ്ങാനായി തീർച്ചപ്പെടുത്തി
മറ്റുള്ള താരങ്ങളടക്കം ആദ്യമായി പങ്കെടുക്കുന്ന താരങ്ങൾക്ക് ഇത്തരത്തിലൊരു മെഗാ ഷോയിൽ പങ്കെടുക്കാൻ അവർക്ക് ഭയങ്കരമായ സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരടക്കം എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത അവിടെ നിന്ന് വീണ്ടും പുറത്തു വരുന്നത്. കാരണം ഈ ഷോ നടന്ന ഏറ്റവും വലിയ ദോഹയിലെ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ ഈ പ്രോഗ്രാം നടത്തുവാനുള്ള പൈസ പോലും അടച്ചിട്ടില്ല എന്ന വസ്തുത. പക്ഷേ അത് പിന്നെ ഷോ തുടർന്ന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി ദിലീപിനെ മറ്റ് താരങ്ങളെല്ലാം ചേർന്ന് അതിൽ നിന്ന് പിൻവാങ്ങുക പറയുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം അവസാനം ഒരു കാരണവശാലും പിന്നെ നടക്കാൻ പറ്റാതെ. അങ്ങനെ ദിലീപ് മുൻകൈ എടുത്തിട്ട് പോലും ഒരു ഷോ അല്ലെങ്കിൽ ഒരു താരസംഘടനയുടെ അമ്മയുടെ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഷോ, അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി പോലും അല്ല, എന്നിട്ടും ദിലീപ് മുൻകൈ എടുത്ത് അത്തരത്തിലൊരു ഷോ നടത്താൻ തയ്യാറായി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഷോ നടന്നില്ല. കാരണം പിന്നീട് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത്, ഈ ഒരുപാട് ആൾക്കാർക്ക് അവർ അഡ്വാൻസ് പോലും നൽകിയില്ല എന്നാണ്. അവസാനം ഈ താരങ്ങളെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കിയാണ് തിരിച്ചു പോയതെന്ന വാർത്ത പോലും കേൾക്കുന്നു. എത്ര ദുഃഖകരമായ ഒരു സംഭവമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ താരസംഘടനയൊക്കെ നടത്തിയ ഷോ കണ്ടെങ്കിലും നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനകൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ഈവന്റ് മാനേജ്മെന്റിനെയൊക്കെ വെച്ച് നടത്തി ഈ താരങ്ങൾ അവിടെ കൊണ്ടിട്ട്, ഈ താരങ്ങളുടെ കാര്യം പോട്ടെ, ഈ ഷോ കാണാൻ വന്ന എത്രയോ ആൾക്കാർ വളരെ നിരാശരായി മടങ്ങിപ്പോയത്. അവര് മലയാള സിനിമ ഇൻഡസ്ട്രി അവർ എങ്ങനെ കാണും? കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബോളിവുഡിനെയും ഹോളിവുഡിനെയും വെല്ലുന്ന രീതിയിൽ ആൾക്കാർ അത്രയ്ക്ക് നല്ല ഷോസ് ഒക്കെ നടത്തി ആ സിനിമാ വ്യവസായം ഇത്ര പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ദുരന്തം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരിക്കലും മലയാള സിനിമയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇതിന്റെ പിഴവ് എന്താണെന്ന് കണ്ടാക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടതുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ടിക്കറ്റിന് വേണ്ടി ഇത്രയും വലിയ കാശടച്ച ആൾക്കാർക്ക് 60 ദിവസം കഴിഞ്ഞ് അവർ റീഫണ്ട് ചെയ്യും എന്ന് പറയുന്നു, കമ്പനി പറയുന്നു. എങ്ങനെ റീഫണ്ട് ചെയ്യും? ആരാണത്? ആർക്കാണ് കൊടുക്കുക? ഇതൊക്കെ വെറും ഒരു പറ്റിപ്പ് പ്രസ്ഥാനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്തായിരുന്നാലും ഇത്തരത്തിലൊരു ദുർവിധി ഇനി മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലെ സംഘടനകൾക്ക് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഒരു ഷോ നടത്തുമ്പോൾ അതിന്റെ സത്യസന്ധത മനസ്സിലാക്കി, ആ ഈവന്റ് മാനേജ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കി, അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം അത്തരത്തിലൊരു ഷോ നടത്താനും. ഇത്തരത്തിലുള്ള വിലപ്പെട്ട താരങ്ങളുടെ സമയം ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യാതിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ലതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എല്ലാ നല്ലതും മലയാള സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.